കാട്ടുകോഴിക്കെന്ത് വാവും സംക്രാന്തിയും എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദായ സംഘടനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും തോന്നിപ്പോകുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളോ അതിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥയോ ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നതേയില്ല. അവർ സ്ഥിരം കളികളിലേർപ്പെടുന്ന കലകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഏറ്റുമുട്ടലുകളുമായി പ്രസംഗ മത്സരങ്ങളുമായി തെരുവുകൾ നിറയ്ക്കുകയാണ്. എൻ്റെ പ്രദേശമായ ക്ലാപ്പനയിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു മാസം കൊണ്ട് മറ്റൊരു സഹോദര സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടാവില്ല. അവരെല്ലാവരും ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് വന്നേക്കാം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് ബാല്യത്തിൽ കേട്ടൊരു കവിതയുണ്ട്. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്ന് നിശബ്ദമായി, വന്നവർ നാലുകെട്ടിൽ തങ്ങി, നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി എന്നാണ് ആ കവിതയുടെ വചനം. ഒരച്ഛൻ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മാനസിക ഭാവങ്ങളെയാണത് വരച്ചു കാട്ടുന്നത്. നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ വാപ്പ വളരെ ചെറുപ്രായത്തിൽ മരിച്ചു കിടക്കുമ്പോൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ ഇതൊന്നും മനസ്സിലാകാത്തതുപോലെ കളിക്കുകയും ഓടിച്ചാടുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സമുദായത്തിലെ വളരെ പക്വതയുള്ള, വളരെ അവധാനതയുള്ള എല്ലാ സംഘടനകളെയും വളരെ സൂക്ഷിച്ച് അങ്ങോട്ട് നോക്കിയാൽ നമുക്കിത്തരം ഒരു കാഴ്ച ഭംഗിയായി കാണാൻ കഴിയും. ഒരുപക്ഷെ അതിൽ നിന്ന് അല്പം ഇപ്പോൾ മാറി നിൽക്കുന്നത് തബ്ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവരും ഇത്തരം കളികളിലാണ്. ഓരോരുത്തരിലും നടക്കുന്ന കളികളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു വിരുദ്ധനാണ് എന്ന ഒരാശയത്തിലൂടെ ഞാൻ ഈ പറയുന്ന സന്ദേശത്തിൻ്റെ സ്പിരിറ്റ് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. ഓരോ സംഘടനകളും ഇപ്പോൾ കേരള സ്റ്റോറി ഇറങ്ങി, ഇനി ടിപ്പു സുൽത്താൻ്റെ വരുന്നു, നാളെ കർണാടക ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു, ഇനി കുറച്ച് കഴിയുമ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഇനിയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നാൽ ഭരണഘടന മാറി, രാജ്യം അങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വാസ്തവമാകണമെന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഉത്കണ്ഠ പ്രവാസികളായ മനുഷ്യരുടെ മനസ്സിലും സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലുമൊക്കെയുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ മനസ്സിലുണ്ട്. പലപ്പോഴും പലരും കാണുമ്പോൾ നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ടും നമ്മളിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി എന്നൊക്കെ. പക്ഷേ അത്തരം ഒരു ചിന്തകളും നമ്മുടെ ഈ മഹാനരായ നേതാക്കൾക്കും നേതൃസംഘടനകൾക്കുമില്ല. അവർ പതിവ് പോലെ തന്നെ ഈ പ്രവർത്തനം തുടരുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഈ ക്യാൻവാസിങ്ങിനും മാർക്കറ്റിങ്ങിനും റീച്ചിനുമൊക്കെ വ്യത്യസ്തമായ സ്ട്രാറ്റജികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തെരുവുകളിലധികം ശബ്ദമുണ്ടാക്കാതെ ബഹളം വെക്കാതെ ഓരോ ആശയങ്ങളും ഓരോ പ്രോഡക്റ്റും ഓരോരുത്തരിലേക്കും എത്തിക്കാൻ പല സ്ട്രാറ്റജികളുണ്ട്. പക്ഷേ നമ്മളൊക്കെ പരമ്പരാഗതമായ ആ തെരുവ് യുദ്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നത്. ഞാനിവിടെ ക്ലാപ്പനയെക്കുറിച്ച് പരാമർശിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനായ സുഹൃത്ത് ഒരു കാർഡ് എനിക്ക് അയച്ചു തരികയുണ്ടായി. അദ്ദേഹം ആ കാർഡിൽ എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പങ്കെടുക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അയച്ചത്. അതിൽ അദ്ദേഹം എനിക്കായി പങ്കുവച്ച ഒരു കത്ത്, ക്ഷണക്കത്ത്, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് KNM ഓച്ചിറ മേഖലയുടെ നേതൃത്വത്തിൽ ആത്മീയ ചൂഷണത്തിനെതിരെ തൗഹീദി മുന്നേറ്റം എന്ന പ്രമേയത്തിലൂടെ മെയ് 6, 7 ശനി ഞായർ തീയതികളിൽ ക്ലാപ്പന ഒതളത്തുമൂട് ജംഗ്ഷന് സമീപം അവിടെ ചുഴലി അബ്ദുള്ള മൗലവി പ്രഭാഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു മറുപടി അദ്ദേഹത്തിന് അയച്ചിരുന്നു. അത് വേറൊന്നുമല്ല, സംഗതിയൊക്കെ കൊള്ളാം, ഇത് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അയച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കും. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വേറെ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യും. അല്ല നിങ്ങൾ ഇതുപോലെയൊക്കെ കൊണ്ടുവന്ന് അവർ നാളെ ഇതിന് മറുപടി വെച്ച് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം കിടന്ന് വല്ലാതെ ഉഴലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കിടന്ന് അതൊക്കെ നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ മറുപടി. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്തേത് മറിച്ചു വെക്കാനുള്ള ആൾബലവും സമ്പത്തും ശേഷിയുമൊക്കെ മറ്റുള്ളവർക്കുമുണ്ട്. അപ്പം നിങ്ങൾ ഈ തുടക്കം കുറിക്കുന്നത് ഒരു പരമ്പരയ്ക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പിടി മറുപടി, വാദം പ്രതിവാദം, തർക്കം മറുതർക്കം എന്നൊക്കെ പറയുന്ന പരിപാടിക്ക് അക്ഷരാർത്ഥത്തിൽ അത് സത്യമാവുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു കത്തുകൂടി ആ സുഹൃത്ത് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. മെയ് 17, 18 തീയതികളിൽ എന്ന് പറഞ്ഞാൽ മറ്റവർ 2 ദിവസം ഇവരും 2 ദിവസം 7:30 ക്ലാപ്പന ഉസ്താദ് നഗർ ഒതളത്തുമൂട് ജംഗ്ഷനിൽ അബ്ദുൽ വഹാബ് സക്കാഫി മമ്പാട് അദ്ദേഹവും ഇതിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നു.
മഹത്തുക്കളായ മുൻഗാമികൾ നമുക്ക് പകർന്നു നൽകിയ അഖിലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പിന്തുടർന്ന് ഐക്യത്തിലും സ്നേഹത്തിലും കഴിയുന്ന ക്ലാപ്പനയിലെ വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നതിനുമായി ആഗോളതലത്തിൽ തന്നെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വിഴുപ്പ് പേറേണ്ടി വരുന്ന സലഫി പ്രസ്ഥാനം ആദർശത്തിൻ്റെ യാതൊരു സ്ഥിരതയുമില്ലാത്ത ചുഴലി അബ്ദുള്ള മൗലവിയെ കൊണ്ടുവന്ന് പാരമ്പര്യ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളെയും നാട്ടിലെ പണ്ഡിതന്മാരെയും മഹല്ല് നേതൃത്വങ്ങളെയും തരംതാണ ഭാഷയിൽ ആക്ഷേപിക്കുകയും മുസ്ലിം ബഹുജനങ്ങളിൽ ഷിർക്കിൻ്റെ ചാപ്പ കുത്തി ഇസ്ലാമിൻ്റെ പുറത്തു നിർത്തുകയും ചെയ്തു നടത്തിയ അബദ്ധജടിലമായ വാദങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ നിരത്തി ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് സക്കാഫി മമ്പാട് സംവദിക്കുന്നു. LCD ക്ലിപ്പിംഗ് സഹിതം എന്ന് പറഞ്ഞിട്ടാണുള്ളത്. സുന്നി ഐക്യവേദി ക്ലാപ്പന. ഇതാണ് അതിൻ്റെ മറുപടി പരിപാടി. അപ്പോൾ ഇതിനിപ്പോൾ ഇവർ വെക്കുന്നു, അടുത്ത അവർ വെക്കും, അടുത്ത മറ്റൊരു വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ തുടരും. ഈ സമൂഹത്തിൻ്റെ സമ്പത്ത്, സമയം, തെരുവിലിത് കാണുന്ന മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ അവർക്കെന്താ തോന്നുക? ഇത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തലാണല്ലോ നമ്മൾ പ്രധാനമായും പ്രബോധനത്തിലൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ശൈലീമാറ്റമില്ലാതെ ഈ തെരുവിലുള്ള ബാക്കി ഒരാകുലതകളും ബാധിക്കാത്തവണ്ണം ഇത് തുടരുകയാണ്. ഇതിന് മറ്റവർ മിടുക്കന്മാരും ബുദ്ധിജീവികളും നവോത്ഥാനവാദികളും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പാരമ്പര്യവാദികളും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. എല്ലാവരും ഇതിൽ കണക്കാണ്. എല്ലാവരും ഇതിൽ കണക്കാണ്. എല്ലാവരും ഈ ഏർപ്പാടുകളുമായിട്ടാണ് പോകുന്നത്. ഇവിടെ രക്ഷപ്പെടുന്നത് ആ പന്തലുകാരനായിരിക്കും. പന്തലുണ്ടെങ്കിൽ, ഞാൻ കണ്ടില്ല, അവിടെ ഉണ്ടെങ്കിൽ പുള്ളി പൊളിക്കേണ്ടി വരികയില്ല. കാരണം ഇതൊരു മാസത്തോളമെങ്കിലും ഇത് നീണ്ടു നിൽക്കും. അവസാനം ചിലപ്പോൾ ഒരു ഗോഗ്വ വിളിയിലും ഒരു കയ്യേറ്റത്തിലുമൊക്കെ ആയിട്ട് ഇത് അവസാനിക്കും. മറ്റിതര ആളുകൾ പറയും ഇതെന്തായി നടക്കുന്നതെന്നോർത്ത് അവർ അങ്കലാപ്പിലാവും. ഈ മുസ്ലിം വിരുദ്ധതയുള്ള ആളുകൾ കുറച്ച് പേരെങ്കിലും പ്രചരിപ്പിക്കും യവന്മാരിങ്ങനെയാണ്, യവന്മാരെവിടെ പോയാലും ഇത് തന്നെയാണ് സ്ഥിതി, യവന്മാരുള്ളിടത്തും അല്ലാത്തടത്തുമെല്ലാം ഒന്നെങ്കിൽ ആരെയെങ്കിലും അടിക്കും, അല്ലേ തമ്മിലടിക്കും എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും എത്തുക. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും എല്ലാ ആളുകളും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പടച്ചവൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പടച്ചവനൊക്കെ ഇതിൽ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് കണ്ട് പടച്ചവനെ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞാരും എഴുതാൻ വരണ്ട. സത്യത്തിൽ ഈ തമ്മിലടിയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളിലും എന്തിനാണ് വെറുതെ പടച്ചവനെ പിടിച്ചിടുന്നത്? അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.